നമ്മൾ വളരെ രുചികരമായ ഒരു ചാളക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളിയൊക്കെ ഇട്ട് ഒരു വ്യത്യസ്തകരമായ രീതിയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അതിനായി അല്പം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ചട്ടിയിലേക്ക് അല്പം ഉലുവ ചേർത്ത് പൊട്ടിക്കാം. അതിനുശേഷം പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ചാളക്കറിക്ക് ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ബാക്കിയുള്ള കറികളിലൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ചെറിയുള്ളി ഒന്ന് ചാളക്കറിയിലൊന്ന് ഇട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടാൻ അല്പം ഉപ്പും കൂടി ചേർക്കാം. ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആയി ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളിടാം. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നു. അതിനുശേഷം 2 സ്പൂൺ പിരിയമുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. പിന്നെ അതിനുശേഷം 1/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്കൊന്ന് എണ്ണ തെളിയുന്ന വരെ ഡ്രൈ ആക്കാം. അപ്പോൾ തീ വളരെയധികം കുറച്ച് നമ്മൾ വെക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ കറിയുടെ കളർ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു തക്കാളി നമ്മളിതിൽ ചേർക്കുന്നു. പൊടിയായി അരിഞ്ഞ തക്കാളി ചേർക്കുന്നു. ഇതൊന്ന് നല്ല രീതിയിൽ അതൊന്ന് ഉടഞ്ഞ് കണ്ടോ, നല്ല ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഈ പരുവം നമ്മൾ നോക്കണം കേട്ടോ. അതാണ് ആ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കുടംപുളിയാണ് ഇവിടെ ചേർക്കുന്നത്. തിളപ്പിച്ച വെള്ളമൊക്കെ ഇട്ട് കുതിർത്തി വെച്ചേക്കുന്നതാണ്. നമുക്ക് അല്പമായി ചേർത്ത് പിന്നെ നമുക്ക് ബാക്കിയുള്ള കുടംപുളിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ തന്നെ നമുക്കൊരല്പം കറിവേപ്പിലയും കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നല്ല രീതിയിൽ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചാള നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇത് നല്ല രീതിയിൽ അതൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നല്ല രീതിയിൽ അതൊന്ന് പറ്റി വന്നാൽ നമ്മുടെ രുചികരമായ ചാളക്കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ